അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 26 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ, ഇന്ന് രേഖകൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയോ പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പട്ടണത്തിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ കടകളൊക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പട്ടണത്തിലായിരിക്കത്തില്ല. അപ്പോൾ എൻ്റെ മക്കൾ ആ മൊബൈലിൽ ആ പടം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആ പടൻ്റെ ഫോട്ടോയോ വല്ലതും കൊണ്ട് വെച്ചാൽ മതി. നമ്മൾ ദൈവതിരുസന്നിധിയിലല്ലേ സമർപ്പിക്കേണ്ടത്. കർത്താവിന് നമ്മളത് മനസ്സ് ഓർക്കണത് തന്നെ ഈ ബ്ലെസ്സിങ്ങിൻ്റെ ലൊക്കേഷനാണ്. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭക്തിയോടെ നിൽക്കണം, ആദരവോടെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ചിലയിടത്ത് തോക്കും, ചിലയിടത്ത് കാശ് കൊടുക്കും, ചിലയിടത്ത് ഒരു അംബിഗസായിട്ട് വരും. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. അവിടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റണം ഈശോയെ. പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അവിടെ കണ്ണുനീര്, ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ എൻ്റെ കൈവെള്ളയിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കർത്താവേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയും കരുതലുമാണത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും കർത്താവേ, നിൻ്റെ ചിറകളുടെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കൈവെള്ളയിൽ അങ്ങ് സൂക്ഷിക്കുന്നവർ നന്ദി പറയുന്നു. കർത്താവേ, ഒത്തിരിയേറെ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, നീറ്റ് ഉൾപ്പെടെ എഴുതിയിട്ടുള്ളവർ മക്കളുണ്ട്. അവർ ഇങ്ങനെ ആശങ്കയോടെ ഇരിക്കുകയാണ്, എവിടെ കിട്ടുമോ കിട്ടിയതല്ലേ. കർത്താവേ, അർഹമായ എല്ലാവർക്കും അത് കിട്ടാനിടയാകണം. പക്ഷേ ഭാവിയിൽ പഠിക്കാം, ഇപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞെങ്കിലും ഭാവിയിൽ അത് കരകയറുമെന്ന് അങ്ങേക്കറിയാമല്ലോ ഈശോയെ. അങ്ങനെയുള്ളവർക്കെല്ലാം സീറ്റ് കൊടുത്ത് അവിടെ ജീവിത പന്താവ് ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, +1 +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് അഡ്മിഷൻ പശുക്കൾക്ക് അഡ്മിഷൻ്റെ സമയമാണ്. ചിലക്ക് 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും അഡ്മിഷൻ ആയിട്ടില്ല. അവരെല്ലാം ഓർത്തിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. ഒരിക്കലും വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കാൻ ഇടവരുത്തരുത് ഈശോയെ. എല്ലാവരും പഠിച്ചു ഈ കാലഘട്ടത്തിന് വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അങ്ങനെ മക്കളെ നീ അനുഗ്രഹിക്കണം. മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കന്മാർക്ക് നീ പുതിയ പോംവഴികൾ കാണിച്ചു കൊടുക്കണം. കർത്താവെ, ഗവൺമെൻറ്റുകളെ അടിസ്ഥാന വിദ്യാഭ്യാസം +1 +2 ആക്കാൻ, അത് സൗജന്യമാക്കാനും അത് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖല നവീകരിക്കപ്പെടാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണം. അതിൻ്റെ രേഖകളെ, ചിലപ്പോൾ നമ്പർ കിട്ടാത്തവരുണ്ടാകാം, നമ്പർ അതിനെ അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം രേഖകളാണ് വേണ്ടത്, ആ രേഖകൾക്കെല്ലാം നിലവിലുള്ള ദോഷങ്ങളെ, തടസ്സങ്ങളെ, കിട്ടാനുള്ള തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വാഹനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉപയോഗിക്കുന്ന നീ പോകുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ വാഹനത്തിൻ്റെ, നീ ഹയർ ചെയ്ത വാഹനമായാലും, വാടകയ്ക്കെടുത്ത വാഹനമായാലും, ടാക്സി എടുത്ത വാഹനമായാലും, ഗവൺമെൻറ് വാഹനങ്ങളായാലും, അതെല്ലാം നീ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ആ വാഹനത്തിന് കുറുകയും നെടുകയും പോകുന്ന മറ്റു വാഹനങ്ങളും തട്ടിപ്പിടി അപകടം ഉണ്ടാകാതിരിക്കാൻ അവൻ നിന്നെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ മറച്ചുകൊള്ളുമെന്ന് പറഞ്ഞ നിൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന് കൽപ്പിക്കുന്നതാണ് ചെയ്ത സംരക്ഷണത്തിൻ്റെ ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ അമേരിക്കൻ ഡ്രോൺ നിന്ന് റോക്കറ്റ് വന്ന് നമ്മളുടെ കപ്പലിൽ, ഇന്ത്യൻ കപ്പലിൽ ഹിറ്റ് ചെയ്യപ്പെട്ടു. 3 പേര് മരിച്ചു. ഇന്ത്യ വളരെയേറെ ഹോട്ടായി ഈ വിഷയത്തിൽ. രാജ്യം പണ്ട് മുതലേ ഒരു മാന്യത ഉള്ള ഒരു രാജ്യമാണ്, നമുക്കറിയാം. നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളായിട്ട് ഒരു മാന്യത സൂക്ഷിക്കുന്ന രാജ്യമാണ്, പക്ഷേ എല്ലാ റിലേഷനിലും. പക്ഷേ ഈ വിഷയത്തെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ നമ്മുടെ അമേരിക്കൻ എംബസിയിലെ അംബാസഡറിനെ വിളിച്ചിട്ട് ജയശങ്കർ ശാസിക്കുന്നുണ്ട്. ശാസിക്കുകയല്ല, നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നു.
അത് ഒരു മാന്യമായ നയതന്ത്ര നടപടിയാണത്. പ്രതിഷേധം അറിയിക്കുക, പിന്നീട് അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാകും ബാക്കി. ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അംബാസിഡർ എന്ന് പറയുന്നത് പോലെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വർക്ക് ചെയ്യണത്. ദൈവത്തിൻ്റെ അംബാസിഡറാണ്. പിന്നെ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ 2-3 രാജ്യങ്ങളുണ്ടല്ലോ, ദൈവരാജ്യം, ലോകരാജ്യം, പിന്നെ നരകരാജ്യം. അപ്പം ദുഷ്ടാത്മാവ്, ലോകാത്മാവ്, ദൈവാത്മാവ്. അപ്പോൾ ഈ ഓരോ ഏതാത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെന്ന് ഈശോ ചോദിച്ചിട്ടുണ്ട്. പല ആത്മാക്കൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ ഈശോ ചോദിച്ചിട്ട് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മുടെ ലൂക്കാൻ്റെ സുവിശേഷത്തിലുണ്ടത്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. ലൂക്ക 9:55. ലൂക്ക 9:55. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം അങ്ങനെ ഇതൊരു അപകട മേഖലയാണ്. അതായത് ഏത് വിധത്തിലുള്ള ആത്മാവെന്ന് പറയുമ്പോൾ ആത്മാക്കൾ പലവിധം ഉണ്ടെന്നല്ലേ വ്യക്തമാകണത്. ഏതാത്മാവാണ്? ഇപ്പം മാതാവ് ചോദിക്കണില്ലേ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് മാലാഖ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അവിടെ എന്താണത്? അത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വരണത്, അത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മുടെ പൗലോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകും. അതാണ് ഈ അംബാസഡർ ഇന്നെന്ന് പറയണത്. ദൈവത്തിൻ്റെ പരിശുദ്ധ അംബാസഡറായ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള സമയത്താണ് നമ്മൾ ദൈവമക്കളായിട്ട് മാറുന്നത്. ഇനി നമ്മൾ വേണമെങ്കിൽ ഈശോ പറഞ്ഞ പോലെ പണ്ട് സബദി പുത്രന്മാരുടെ കാര്യമില്ലേ, അവർ സമരിയാക്കാരുടെ തലയിൽ തീയും ഗന്ധകവും വീഴാൻ വേണ്ടിയല്ലേ അധികാരത്തിന് വേണ്ടി ചോദിക്കുന്നത്. അപ്പം നശിപ്പിക്കാനല്ലേ അത്, അവരെ നശിപ്പിക്കുക. അപ്പം നശിപ്പിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാൻ 10:10 എന്താണത്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പോൾ അത് ഒരു അരൂപിയാണ്, കള്ളൻ്റെ അരൂപി, ദുഷ്ടൻ്റെ അരൂപി, പൈശാചിക അരൂപി. ഇപ്പോൾ നമ്മൾ കുറേ സംഭവം കണ്ടില്ലേ, പൈശാചിക അരൂപിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ ഇത് കൂടാതെ എന്താണ്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് ഈശോ പറഞ്ഞ 14:17 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവും ഉണ്ട്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളിൽ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ്. ഈ ആത്മാവ് നമ്മളെ നയിച്ചില്ലെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതം ഇല്ല. അങ്ങനെ ആത്മീയ ജീവിതം ഇല്ലാത്ത ഒരു തുരിയ സ്റ്റേജ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതിന് പകരം ആത്മീയ ജീവിതം ഇല്ല എന്നുണ്ടെങ്കിൽ ലൗകിക ജീവിതം ശക്തിപ്പെട്ടിരിക്കും. ലൗകിക ജീവിതം മൂത്ത് വരുമ്പോഴാണ് നരക ജീവിതം തുടങ്ങുന്നത്, പൈശാചിക ജീവിതം. അപ്പോൾ ഇതിൻ്റെ വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല എന്ന് പകരം ലോകാത്മാവാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോണ എന്താണ്? പരിശുദ്ധാത്മാവ് കിറ്റാകും. ഉടനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകും. അത് വിട്ടുപോകുമെന്ന് പറയാൻ കാര്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എഫേസ്യർ 4:30 വായിച്ചു. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അംബാസഡർ അപ്പം തന്നെ പോകും. ലോകരാജ്യമാണ് ഇവിടെയെന്നുണ്ടെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് നിൽക്കത്തില്ല. നിങ്ങൾ ആമ്പായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലും എല്ലാം കണക്കാണ്. അതായത് ഒത്തിരി ആൾക്കാർ പറ്റിപ്പിൽ ജീവിക്കുന്നുണ്ട്. കാര്യം പരിശുദ്ധാത്മാവ് ഇല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കണേ? ഹൗ കാൻ യു റിസീവ് ഇറ്റ്? അത് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയണത്? ഈശോ ചോദിച്ചില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണത്? അപ്പോൾ ആ അരൂപി എന്ന് പറഞ്ഞത് കൊല്ലാനും നശിപ്പിക്കാനുള്ള അത് അരൂപിയാണെങ്കിൽ ദുഷ്ടൻ്റെ അരൂപിയല്ലേ വരണത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിന് നല്ല വില കൊടുക്കാതെ, അത്ര വില കൊടുക്കാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുക മാത്രമല്ല, നിർവീര്യമാക്കരുതെന്നും പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായതുകൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി ആയതുകൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത്. കാര്യം 1 തെസ്സലോനിക്കർ 5:19 എടുത്തേ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതിൻ്റെ അർത്ഥം കണ്ടാ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമുക്ക് വേണമെങ്കിൽ നിർവീര്യമാക്കാവുന്ന അതിൻ്റെ അർത്ഥം. പല അണ്ണന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. അവർ ലോകാരൂപിയിൽ ജീവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ജീവിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഓട്ടോമാറ്റിക്കലായിട്ട് നിർവീര്യമാകും. പിന്നെ പരിശുദ്ധാത്മാവ് നിർവീര്യമായ സ്ഥിതിക്ക് പിന്നെ ഒന്നും ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആ വ്യക്തി നന്മകളൊക്കെ ചെയ്യുമായിരിക്കും. അത് ആൾ കളിക്കാനും വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയുള്ള ലോകാരൂപിയുടെ തന്നെ മറ്റൊരു അഭ്യാസമായിരിക്കും. ദൈവമായിട്ട് ചിലപ്പോൾ അതിന് ബന്ധമുണ്ടാകത്തില്ല. ദൈവമായിട്ട് ബന്ധമില്ലാത്ത നന്മ പ്രവൃത്തികളെന്ന് പറയണത് ഹൃദയമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയും അല്ല എന്നുണ്ടെങ്കിൽ വണ്ടി പാളത്തിൽ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.